മൂത്തയാൾക്ക് എത്ര വയസ്സായി? ഒരു 10-12 വയസ്സായിട്ടുണ്ട്. ഏറ്റവും ചെറുതിന് എത്രയായി? പ്രസവിച്ചിട്ട് ഒരാഴ്ച ആയതുവരെ ഉണ്ട്. കുഞ്ഞേ ആലപ്പുഴ പള്ളിപ്പുറം വഴി പോകുന്നവര് ശാന്തമ്മയുടെ വീട്ടിലൊന്ന് പോകണം കേട്ടോ. കാരണം മനുഷ്യരെക്കാളും മക്കളെക്കാളും സ്നേഹം കിട്ടുന്നത് പശുക്കളിൽ നിന്നാണെന്നാണ് പറയുന്നത്. 1 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കുളിപ്പിച്ച് തൊഴുത്ത് കഴുകി 4 മണിയാകുമ്പോൾ കറവക്കാരൻ വരും. 5 മണിയാകുമ്പോൾ അമ്പലത്തേക്ക് പാല് കൊടുക്കണം. അത് കൊണ്ടുപോകാനായിട്ട് ആൾ വരും, അതെടുത്ത് കൊടുക്കണം. 5:30 ആകുമ്പോൾ പിന്നെ ആൾക്കാർ പാല് മേടിക്കാനായിട്ട് വരും, അത് വിതരണം ചെയ്യും. ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളമായി 45 പശുക്കളുടെ കൂടെയാണ് ഈ അമ്മ കഴിയുന്നത്, ഒറ്റയ്ക്ക്. എന്താ അങ്ങനെ ഒരു തീരുമാനം, പശുക്കളുടെ കൂടെ കഴിയാൻ? അതിങ്ങനെ ആ പ്രവൃത്തിയും സ്നേഹവും മക്കളെക്കാളും കൂടുതൽ സ്നേഹവും ആ വന്നു കാണിക്കും നമ്മളുണ്ട്. വർത്താനം പറയാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് വർത്താനം പറയും. ഞാൻ അവളോട് എപ്പോഴും വർത്താനം പറയും. ഇപ്പോൾ ആരെങ്കിലും വന്നാലും ആരെങ്കിലും ഉണ്ടെന്നേ വിചാരിക്കുള്ളൂ. നിങ്ങളോടൊക്കെ ഞാൻ എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഡേ കണ്ടാ ഇങ്ങനെ അവർക്കറിയാം. 2 കാളയും ഒരു രാവുമായിട്ട് നമ്മൾ 7 മാസം ഗർഭിണി ആകുമ്പോഴാണ് എന്നെ ഏൽപ്പിക്കുന്നത്. ആരേൽപ്പിച്ചു? ദേവസ്വം. ഓക്കെ. നമ്മൾ പിള്ളേരെ വളർത്തും പോലെ അതിനോട് ലാളിച്ച് വളർത്തി. ആ പശുവിന് ഇപ്പോഴും നമ്മളെ അഴിക്കാനോ അവിടെ തൊഴുത്തി കെട്ടാനോ ചെല്ലുമ്പോൾ എന്നെ കണ്ടില്ല, അത് വിളിക്കും എന്നെ അമ്മേന്ന്. പശു? അമ്മേന്ന് വിളിച്ച് ഇവിടെ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വെള്ളം കൊടുത്തില്ല. മകളാണ് കൊടുക്കണമെങ്കിൽ അവൾ കുടിക്കില്ല, ഞാൻ എന്നെ കാണണം വെള്ളം കുടിക്കണം. ഈ പശു ഏതാണ്? കുട്ടമ്പുഴ. ഇത് ഈ ഗവിരിയുടെ മകൻ. മക്കളെപ്പോലെ എന്നെ നമ്മൾ സ്നേഹിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ മുഴുവൻ സമയം പശുക്കളുടെ കൂടെയാണ്. ഈ സീരിയൽ കാണലോ സിനിമ കാണലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഒന്നുമില്ല. പശുവിനെ കിട്ടിയിട്ട് ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു യാതൊരു പോയിട്ട്. ഏതാ അവസാനമായിട്ട് കണ്ട സിനിമ? ഉമ്മറൊക്കെ ഇല്ലേ, ആ പടമൊക്കെ ഞാൻ കൂടുതൽ കണ്ടാക്കണേ. പുതിയ ആൾക്കാരൊക്കെ പരിചയമുണ്ടോ? ഇല്ല. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് കല്യാണി, അത് മുത്ത്. ഇതിനകത്തുനിന്ന് പുറത്തു പോയിട്ട് ഇപ്പൊ എത്ര നാളായി? അങ്ങനെ പോകാറില്ല. അമ്മ മരിച്ചപ്പോൾ മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാതെ ഒരു ദിവസം പോലും ഒന്നിനും പോയിട്ടില്ല. ആരോഗ്യം എങ്ങനെയുണ്ട്? ആരോഗ്യം എനിക്ക് ഒരു കുഴപ്പമില്ല, ഉഷാറാണ്. എന്നാ പിന്നെ നമുക്ക് ദുബായിക്ക് പോയാലോ? പോയേക്കാം.